റെനോൾട്ട് ഡസ്റ്റർ 2013 മോഡൽ വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ബാറ്ററിയൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മീറ്ററിൽ ഈ ഒരു ലൈറ്റ് ഇവിടെ വരുന്ന ഭാഗത്തുണ്ട്, മീറ്ററിൽ ഈ വരുന്ന ഭാഗത്ത് ടൈം ക്ലോക്കിൽ ടൈം മാറിപ്പോവും. അപ്പോൾ അതങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നുള്ള കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം മീറ്റർ കിലോമീറ്ററുള്ള ഭാഗത്തേക്ക് ആക്കി വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ കിലോമീറ്റർ ആക്കി വെക്കുന്ന ആ കണ്ടീഷനിൽ വെച്ച് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, കണ്ടോ? അപ്പോൾ ആ സമയത്ത് ക്ലോക്ക് ഇങ്ങനെ ബ്ലിങ്ക് ആകാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ആ ബട്ടൺ തന്നെ ഉപയോഗിച്ച് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ മിനിറ്റ് ഇങ്ങനെ മാറും. ഓരോ മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞ് 60ാമത്തെ സെക്കൻഡ് ആകുമ്പോൾ അടുത്ത മണിക്കൂറിലേക്ക് അത് മാറും. അങ്ങനെയാണ് സെറ്റ് ചെയ്യുക, കണ്ടോ? ഈ സമയത്ത് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ കണ്ടോ ആ ബട്ടൺ ഞെക്കി 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 എത്ര ടൈമായി എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ഓരോ മിനിറ്റും പെട്ടെന്ന് കൂട്ടി എടുക്കണം. പെട്ടെന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ശമ്പളം റെഡിയാവും. എത്ര മിനിറ്റ് ഉണ്ടോ അത്രയും സമയം നമ്മളിങ്ങനെ ഞെക്കി കൊടുക്കണം. സെക്കൻഡ് ഓരോ മിനിറ്റിന് വേണ്ടിയിട്ട് 59 കണ്ടാം. അപ്പോൾ 3 മണിയായി. അങ്ങനെ എത്ര സമയമാണെന്നുള്ളത് ഓരോ മിനിറ്റും മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് മണിക്കൂറിന് വേറെ ഓപ്ഷൻ, മിനിറ്റിന് വേറെ ഓപ്ഷൻ അങ്ങനെ ഇല്ല. ഒറ്റൊരു ബട്ടനേ ഉള്ളൂ. അപ്പോൾ ആ ബട്ടൺ തന്നെ ഓരോ മിനിറ്റും ഇങ്ങനെ മാറ്റി വേണം അടുത്ത മണിക്കൂർ ചേഞ്ച് ആവണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. 4:44 ടൈം. ആ ടൈം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കുക, പിന്നെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് അത് റീസെറ്റ് ആവും, കണ്ടോ? അപ്പോൾ കിലോമീറ്ററൊക്കെ വന്ന്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. 2013 മോഡൽ ഡസ്റ്റർ, റെനോൾട്ട് ഡസ്റ്റർ ഡീസൽ വണ്ടി. ഓക്കെ.